8,000 വാച്ച് അവേഴ്സും 1,000 സബ്സ്ക്രൈബേഴ്സുമാണ് പുതിയ ക്രൈറ്റീരിയ. അതിന് 6 മാസം സമയമുണ്ട്. അതിന് മുമ്പ് നമുക്ക് 6 മാസത്തിന് ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സസൈസ് ബൈ മൃദു. 500 അതായത് 500 സബ്സ്ക്രൈബേഴ്സ് പോലും ആവാത്തവർക്ക് എൻ്റെ വക കുട്ടി ടിപ്സ്, അതും ജെനുവിനായിട്ട് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. ഒന്നാമത്തെ കാര്യം, കണ്ടൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ ഇവരുടെയൊക്കെ കണ്ടൻറ്റ് വലുതായി, ചില കണ്ടൻറ്റൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് കിട്ടുന്നുണ്ട്, ചില കണ്ടൻറ്റ് റീച്ച് കുറവാണ് എന്ന് നോക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റീച്ച് കൂടുതലുള്ള കണ്ടൻറ്റ് എടുത്ത് നമ്മളിട്ട് കഴിഞ്ഞാൽ അത് റീച്ച് ആവണം എന്നില്ല. മാത്രമല്ല, ഇടയ്ക്ക് നമുക്ക് ആ കണ്ടൻറ്റ് ഇടാൻ പറ്റിയില്ല, സ്ട്രക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി മാറും. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, എന്നും ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു കണ്ടൻറ്റ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്താണെങ്കിലും, ഇപ്പോൾ ഗാർഡനിങ് ആണെങ്കിലും, കുക്കിംഗ് ആണെങ്കിലും, ക്രാഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടുക, അങ്ങനെ എന്താണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുമ്പോൾ അതിന് ഒരു ഇളക്കം വരും ആ ഒരു ചാനലിന്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് കമ്പയർ വിത്ത് അതർ ചാനൽസ്. മറ്റുള്ളവരുടെ ചാനൽ നോക്കിയിട്ട് എന്നെക്കാളും നിലവാരം കുറഞ്ഞ കണ്ടൻറ്റാണ് അവരുടെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് കയറിയില്ല, എനിക്കെന്തുകൊണ്ട് റീച്ചില്ല, അവരുടെ മോശം. ഡോണ്ട് കമ്പയർ ദ ചാനൽ വിത്ത് യുവർ സെൽഫ്, യുവർ ചാനൽ ഡെയിലി കമ്പയർ ചെയ്യുക. ഡെയിലി കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനിട്ട വീഡിയോയിൽ നിന്നും നാളെ കുറച്ചും കൂടെ ഒരു പ്രോഗ്രസ് ആയിട്ട് ഇടണം. കാരണം ഇന്നത്തെ ചാനൽ റീച്ച് ആയില്ലെങ്കിൽ എന്തുകൊണ്ട് റീച്ച് ആയില്ല എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക. YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ടിപ്സ് കിട്ടും. YT സ്റ്റുഡിയോ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കുറേ ടെക് ചാനലുകാർ നമുക്ക് ജെനുവിനായിട്ട് നമുക്ക് ഗൈഡൻസ് പറഞ്ഞു തരുന്ന കുറച്ച് ചാനലുകാരുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ജിജോസ് വേൾഡ്. ജിജോസ് വേൾഡ് എന്ന് പറയുന്നതിൽ G4 Tech എന്ന് പറയുന്ന ഒരു ചാനലാണ്. വളരെ ജെനുവിനായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞുതരും. അതുപോലെ സബ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും നന്നായിട്ട് ജെനുവിനായിട്ട് പറഞ്ഞുതരും. പിന്നെ കുറുമ്പീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ട്. ഇവരുടെയൊക്കെ ഇതിന് കൂടുതൽ ആൾക്കാരുണ്ടാകും, പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യാത്തതായിരിക്കും, ക്ഷമിക്കണം. ഞാൻ എടുത്ത് പറയാൻ കാരണം ഇവരുടെയൊക്കെ ഞാൻ കാണുന്നത് കൊണ്ടാണ്. യാദൃശികമായിട്ട് വേറെ ഏതെങ്കിലും നല്ല ചാനൽസൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പം വേണമെങ്കിൽ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഉണ്ട്, ഇഷ്ടം പോലെ ടെക് ചാനൽസ് ഉണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തതും ഞാൻ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ചാനൽസാണ് ഞാനിപ്പോൾ പറയാനുള്ള കാരണം. അതല്ല, നിങ്ങൾക്ക് വേറെയും ചാനലുകാരെ അറിയാമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ജെനുവിനാണോ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം അവരുടെയൊക്കെ ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യാനും പേയ്മെൻറ്റ് അടയ്ക്കാനും. ഇതൊക്കെ പെയ്ഡ് ചാനൽസ് ആയിരിക്കും, നമുക്ക് ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ ഗ്രൂപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സബ് കൂടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നോക്കണ്ട. നമുക്ക് സബ് നമുക്ക് തരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിലും ആൾക്ക് അത് ഉപകാരമാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും അവർ നമ്മളെ സബ് ചെയ്തിരിക്കും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് കണ്ടന്റ് ആണെങ്കിലും ആൾക്കാർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സബ് ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എല്ലാ വീട്ടിലും ഒരു ചാനൽ എന്നുള്ള പോലെ ഉള്ളത് കൊണ്ട് സബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ടന്റിൻ്റെ നിലവാരം നമ്മൾ നന്നായിട്ട് നോക്കണം, ക്ലാരിറ്റി ഉണ്ടാക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. എന്നാലേ ആ ചാനലൊന്ന് ഇളകി ഒരു ലെവൽ വരെ നമ്മളെ എത്തിക്കുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടുന്ന കണ്ടന്റ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞ് നടന്ന് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാതിരിക്കുക. അവരുടെ സബ്സ്ക്രൈബ് കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് ചാനൽ മുന്നോട്ട് പോകണമെന്നില്ല. വാച്ച് അവറാണ് മെയിൻ മുഖ്യം. അപ്പോൾ എത്ര സബ് കിട്ടിയെന്നുള്ളതല്ല, വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ മോണിറ്റൈസേഷൻ ആകുകയുള്ളൂ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബേഴ്സ് 1000 വേണം എങ്കിലും ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ കാണണമെന്നില്ല. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരുടെ മൈൻഡിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇവർ എൻ്റെ മുമ്പിൽ ഉള്ള, ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഡെയിലി കാണുന്നതാണ്, ഇവരെന്തൊക്കെ ചെയ്യണോ എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ എന്തിനും കഷ്ടപ്പെട്ട് പോയിട്ടൊരു ചാനൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ടൈം വേസ്റ്റ് ചെയ്തിട്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഇതേ ആൾക്കാർ വേറെ ആൾക്കാരുടെ ചാനലൊക്കെ ദൂരെ ഒരു പരിചയമില്ലാത്തവരുടെ, അപ്പോൾ നമുക്ക് വരുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ കാണുന്നത് നമുക്കറിയാത്ത ഒരുപാട് ദൂരെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. നമ്മുടെ കാര്യത്തിൽ, നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിൽ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് വളരെ ദൂരെയുള്ള, നമ്മൾ ഒരു പരിചയമില്ലാത്തവരൊക്കെ ആയിരിക്കും. നമ്മളെ പരിചയമുള്ളവർ ഇടയ്ക്ക് കാണും, ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. കുറേ നാളായാലും ഇവരുടെ ചാനൽ കണ്ടിട്ട് എന്താണ് ഇപ്പോൾ അപ്ഡേഷൻ എന്താണെന്ന് നോക്കാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയേക്കാം. അല്ലെങ്കിൽ സബ്സ്ക്രൈബർ എത്ര ചെയ്യുന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ടൊക്കെ നോക്കിയേക്കാം. നാലാമത്തെ കാര്യം, സബ്സ്ക്രിപ്ഷൻ കുറവാണെന്ന് വെച്ചാൽ ഒരിക്കലും വിഷമിക്കരുത്. 10, 20, 30 അങ്ങനെ അതിൽ നിന്ന് തന്നെയാണ് എങ്ങനെ വന്നാലും 1K എത്തുന്നത്. അതങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ 1K കിട്ടുന്നത് ഒട്ടും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ കിട്ടുന്നതൊക്കെ പെട്ടെന്ന് സെലിബ്രിറ്റീസൊക്കെയാണ്. ഓൾറെഡി ഫേമസ് ആയിട്ടുള്ളവർക്കൊക്കെ ചാനൽ ഓപ്പൺ ചെയ്ത് ചാനൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് 1K, 10K അല്ലെങ്കിൽ 1 million കിട്ടാൻ ഈസിയാണ്. സാധാരണക്കാർക്ക് ഒരു ടൈം എടുക്കും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാനേ പറ്റുള്ളൂ. വേറെ ഒരു വഴിയും ഇല്ല. അല്ലെങ്കിൽ അത്രയ്ക്കും ഹൈ റീച്ചുള്ള ഒരു കണ്ടൻറ്റ് കിട്ടണം. ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ മില്യൻസ് അടിക്കുന്ന വിധത്തിൽ അത് ലക്കാണ്.
പിന്നെ അഞ്ചാമത്തെ കാര്യം, ചിലവർ ടിപ്സ് പറയുമ്പോൾ പറയും എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും എന്നുള്ളത്. അത് ജസ്റ്റ് മോട്ടിവേഷൻ വാക്കാണ് മാത്രമേ ഞാൻ പറയുന്നത്. അത് അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് അത് നിങ്ങളെ പുസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു മോട്ടിവേഷൻ വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയില്ല. അവർക്ക് സാധിക്കുമെങ്കിൽ നമ്മൾക്ക് സാധിക്കുന്നല്ല. ഇതിലും കുറച്ച് ലക്കൊടിഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കുന്നു പറഞ്ഞിട്ട് അവരെക്കാളും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻറ്റാണ് എൻ്റെ കയ്യിലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ പിന്നീട് ചോദിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടുന്ന കണ്ടൻറ്റ് ഡെയിലി നമ്മൾ ഇടുമ്പോൾ എങ്ങനെ വന്നാലും തലേ ദിവസം ഇട്ടതിനേക്കാളും 1% or 2% എങ്കിലും പ്രോഗ്രസീവ് ആയിരിക്കണം നെക്സ്റ്റ് ഡേ ഇടുന്ന കണ്ടൻറ്റിന്. എന്തെങ്കിലും അങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോവില്ല. പിന്നെ അഞ്ചാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതും മാന്യമായിട്ടുള്ളതും കണ്ടൻറ്റ് കണ്ടുപിടിക്കുക. വളരെ ഈസിയാണ്. മാന്യമല്ലാത്ത കണ്ടൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റീച്ച് കിട്ടും. പക്ഷേ മാന്യമായിട്ടും ഓർഗാനിക്കായിട്ടും AI ഇടാതെയും നമ്മുടെ തന്നെ ഓൺ വോയിസ് ഇട്ടിട്ടും എല്ലാം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് സ്ലോ ആണെങ്കിലും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള രീതിയിൽ ഇടയിൽ വെച്ച് ക്വിറ്റ് ചെയ്യാൻ പാടില്ല. ഇടയിൽ വെച്ചിട്ട് നമ്മൾ മറ്റുള്ള ചാനൽ കൂടുതലാണ്, ഇപ്പുറത്ത് കൂടുതലാണ്, അവരുടെ കൂടുതലാണ്, എന്നെക്കാളും ക്വാളിറ്റി കുറഞ്ഞതിനൊക്കെ ഭയങ്കര റീച്ച് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പിന്മാറുകയാണെങ്കിൽ ഇത് തുടങ്ങാതിരിക്കുകയാണ് നല്ലത്. തുടങ്ങുന്നതിന് മുമ്പേ സ്വയം തീരുമാനിക്കുക ഞാൻ എന്ത് സംഭവിച്ചാലും ക്വിറ്റ് ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് തുടങ്ങുന്നതുകൊണ്ട് ഒരർത്ഥമില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 20% ലക്ക് തന്നെയാണ്. പക്ഷേ ആ ലക്ക് ചിലവർക്ക് പെട്ടെന്നുണ്ടാകും, ചിലവർക്ക് പകുതി വെച്ചുണ്ടാകും, ചിലവർക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലക്ക് അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, അടിക്കാണ്ട് പോവില്ല. ഇത് ലക്ക് വരും, മോണിറ്റൈസേഷൻ ആകും, എല്ലാവർക്കും ആകും. അതിന് ഹാർഡ് വർക്കാണ് മെയിൻ, കൺസിസ്റ്റൻസി മെയിനാണ്. കമ്പയർ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് കമ്പയർ ചെയ്യുക. ഇന്നലത്തെക്കാളും നമ്മൾ കുറച്ചും കൂടെ നല്ല നിലവാരത്തോടുകൂടി ഇന്നിട്ടു എന്നുള്ളത് നോക്കുക. YT സ്റ്റുഡിയോയിൽ പോയിട്ട് ഏത് ടൈമിങ്ങിലാണ് നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലുണ്ടാകുക അങ്ങനെയുള്ളതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടൻറ്റ് ആ ഒരു ടൈം നോക്കിയിട്ട് ഇടാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് വലിയൊരു ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ ട്രൈ ചെയ്ത ഒരു കാര്യമാണ്, ജെനുവിനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അങ്ങനെയും ട്രൈ ചെയ്യാം. അത് ചിലവർക്ക് ക്ലിക്കാവും, ചിലവർക്ക് ക്ലിക്കാവില്ല. തമ്പനെയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തമ്പനെയിൽ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തുറന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി വ്യൂവേഴ്സിന് തോന്നുമെന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ അത് പണ്ടൊക്കെ മിസ്ലീഡിങ് തമ്പനെയിലുണ്ടെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ളതാണെങ്കിൽ എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട്, ക്യൂരിയോസിറ്റി കൊണ്ട് തുറന്ന് നോക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് മിസ്ലീഡിങ് തമ്പനെയിലാണ് എന്നുള്ളത്. കൊണ്ട് തുറന്ന് നോക്കാനുള്ള ചാൻസ് കുറവാണ്. അഥവാ തുറന്ന് നോക്കിയാലും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം മിസ്ലീഡിങ് തമ്പനെയിലാണ് എന്നുള്ള ഒരു മൈൻഡിൽ അവർ രജിസ്റ്റർ ചെയ്യും. പിന്നീട് നിങ്ങൾ എന്ത് മിസ്ലീഡിങ് തമ്പനെയിലിട്ടാലും അവർ നോക്കണമെന്നില്ല, ഓപ്പൺ ചെയ്ത് നോക്കണമെന്നില്ല. ഇതെല്ലാം പണ്ടത്തെയാണ്. മിസ്ലീഡിങ് തമ്പനെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റിക്ക് നോക്കുക എന്നുള്ളത് ദയവ് ചെയ്ത് മിസ്ലീഡിങ് തമ്പനെയിൽ ഇടാണ്ടിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ പറയുന്ന ടിപ്സ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ നല്ല ഓർഗാനിക്കായിട്ട് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും 500 എങ്കിലും മിനിമം എത്തും. പക്ഷേ ഓരോ ദിവസവും ഹാർഡ് വർക്കാണ്. ഇതിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും ക്വാളിറ്റി ഉണ്ടാകും, നമ്മുടെ തിങ്ക് ചെയ്യുന്ന ആ ഒരു ക്യാച്ചിങ് ക്യാപ്ഷൻ, കൂടാതെ തമ്പനെയിൽ, ഇതെല്ലാം വെരി വെരി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പക്ഷേ ഒന്നും നമ്മൾ ഫേക്കായിട്ടോ കള്ളത്തരമായിട്ടോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. എന്നാലേ ആൾക്കാർക്ക് നമ്മളിൽ എത്താൻ കുറച്ച് ടൈം എടുത്താലും കുറച്ച് ദൂരെയാണെങ്കിലും എത്തിയിരിക്കും എന്നുള്ളതാണ്. ഓർഗാനിക്കായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. ഫേക്കായിട്ടുള്ളതൊക്കെ പെട്ടെന്ന്, ബട്ട് വൺ ടൈം കസ്റ്റമർ എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാരെ കിട്ടും. നമ്മൾ വില കുറച്ച് വിറ്റാലും വില കൂട്ടി വിറ്റാലും ഒരു വൺ ടൈം കസ്റ്റമർ ആയിരിക്കും. പക്ഷേ ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് റെഗുലറായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടും. അതും ചൂസി ആയിട്ടുള്ള നല്ല കസ്റ്റമേഴ്സ്, ക്വാളിറ്റി ഉള്ളത് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വരുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടും. ക്വാളിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവർ ഒരു പ്രാവശ്യമേ വാങ്ങുള്ളൂ, പിന്നെ തിരിച്ചു വരില്ല. അതാണ്. അപ്പോൾ അതുപോലെയായിരിക്കണം നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി. എപ്പോഴും നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്തൊരു കാര്യത്തിലും, ഫുഡിൻ്റെ ആയാലും ടെക്സ്റ്റൈൽസ് ആയാലും ശരി, നമ്മളിപ്പോൾ കണ്ടൻറ്റ് ഇടുന്നതായാലും എല്ലാത്തിനും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മിസ്ലീഡിങ് തമ്പനെയിൽ വേണ്ട. അതുപോലെ സംസാരിക്കുമ്പോൾ ഭാഷകൾ സൂക്ഷിച്ച് സംസാരിക്കുക. എന്തെങ്കിലും ഒരു കണ്ടൻറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ഒന്ന് പോയിട്ട് ഒരു സ്റ്റഡി ചെയ്യാം, ഒന്ന് ചെറിയതായിട്ടൊരു റിസർച്ച് നടത്തിയിട്ട് വേണം അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നാലും കുഴപ്പമില്ല, റോങ് ആയിട്ട് സംസാരിക്കാണ്ടിരിക്കുക. കാരണം ഇത് വാച്ച് ചെയ്യുന്നത് ആരൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെക്കാളും വിവരവും നോളേജും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരെ ഇത് കാണുന്നുണ്ടാകും. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പരിഹാസം തോന്നും. ഇവരൊക്കെയാണല്ലോ ഈ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വരെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് പോലും ഒരു സ്റ്റഡി നടത്താണ്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചും സംസാരിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള ടിപ്സ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 500 മേലെയല്ല, ഒരുപാട് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുക, നല്ല കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക, സ്വന്തം വോയിസ് ഓവർ കൊടുക്കുക. അങ്ങനെ ഇൻ കേസ് നിങ്ങൾക്ക്
എഡിറ്റ് ചെയ്യാൻ സമയമില്ല, അയ്യോ ഞാൻ ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ 100 സബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് ഇടാം. അപ്പോൾ ഒരു ലൈവ് മാന്യമായിട്ട് ഒരു ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ലൈവ് ഇട്ടിട്ടായാലും നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ലൈവിൽ വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ചാൻസസ് വെരി ഹൈ. കാരണം നിങ്ങൾ നേരിട്ട് കാണുകയാണ്, അപ്പോൾ അത് കാണുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ലൈവ് വരാറില്ല. അപ്പോൾ അങ്ങനെ ലൈവിന് വരാൻ താല്പര്യമുള്ളവർക്ക് ലൈവിൽ വരാം. അതുകൂടെ ഒരു നിങ്ങളുടെ ചോയ്സാണ് വരണോ വേണ്ടിയോ എന്നുള്ളത്. അങ്ങനെയും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും. ഒരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ, മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ലൈവ് വരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. അതുവരെ ലൈവിൽ വരാം. അതായത് പെട്ടെന്ന് 1K എത്തണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ലൈവ് ചെയ്ത് ഡെയിലി ലൈവ് ചെയ്തിട്ട് 1K or 2K വരെ എത്തിക്കാം. അതിനുശേഷം വേണമെങ്കിൽ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കണ്ടൻറ്റിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കാവുന്നതാണ് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വാച്ച് അവർ എന്ന് പറയുന്നത്. വാച്ച് അവർ എന്ന് പറയുന്നത് ഫസ്റ്റ് 3 minutes ഹുക്കാണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ പിടിച്ചിരുത്തി കണ്ട് തീർക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ കണ്ടൻറ്റ്. അതിന് നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് ചുമ്മാ എന്തെങ്കിലും ഇട്ടിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. കണ്ടൻസിന് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ്, ഗാർഡനിങ്, ഹോം ടൂർ, ഹോം ഇൻറ്റീരിയർ, ഷോപ്പിംഗ്, ഇങ്ങനെ ഒരുപാടുണ്ട്. അതുകൂടാതെ പാട്ട് പാടാൻ അറിയുന്നവർക്ക് പാട്ട് പാടാം, പാട്ട് പഠിപ്പിക്കാം, പഠിച്ചവർക്കൊക്കെ ഡാൻസ് പഠിപ്പിക്കാം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ചിലവർക്ക് തോന്നും ഞാൻ എന്തിനാണ് പാട്ട് പഠിപ്പിക്കുന്നത്, ഒരുപാട് പേര് അല്ലെങ്കിലും പാട്ട് പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുമെന്ന്. അങ്ങനെയില്ല, നമുക്ക് പറയാൻ പറ്റില്ല ആർക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുക എന്നുള്ളത്. സംതിങ് ഡിഫറെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന രീതി കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അവിടെ ഒരു സബ് ചെയ്യും. കാരണം ഞാൻ ഒരുപാട് മ്യൂസിക് ക്ലാസ്സൊക്കെ കാണുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് ചാനൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചാനൽ എനിക്ക് സംതിങ് അട്രാക്റ്റീവായിട്ട് തോന്നി. അവർ പഠിപ്പിക്കുന്ന ആ രീതിയൊക്കെ ഒരു സൗമ്യ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരുടെ ചാനൽ സബ് ചെയ്തു. അവർ ഇപ്പോൾ 100K കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേര് പാട്ട് പഠിപ്പിക്കുന്ന ചാനൽസ് ഉണ്ടെങ്കിലും എനിക്കെന്തോ അവരുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ എപ്പോഴും കാണാറുണ്ട്. വളരെ നന്നായിട്ടാണ് അവർ പഠിപ്പിക്കുക. അപ്പോൾ അതുമാത്രമല്ല ഒരുപാട് ഇൻട്രാക്ഷൻ കൂടെ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന കമൻസിനൊക്കെ അവർ നന്നായിട്ട് റിപ്ലൈ തരുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെയൊക്കെ അവർ അതനുസരിച്ചിട്ട് അവർ നമുക്ക് നമ്മൾ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ അതായത് അത്രയും നല്ലൊരു ഇൻട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണ ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആൾക്കാരെ കിട്ടും. ഗാർഡനിങ് ആയാലും ശരി, ഒരുപാട് പേര് ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്താൽ ആരും ശ്രദ്ധിക്കില്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ടു. നമ്മുടെ പണ്ടത്തെ ആങ്കറാണ്. ആൻ്റെ ഒരു ചെറിയ ഒരു കണ്ടൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഗോദ്രേജ് സോപ്പിനെ കുറിച്ചിട്ട്. ഗോദ്രേജ് സോപ്പ് എങ്ങനെ ഉണ്ടായി, അതിൽ നമ്മുടെ ടാഗോറാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നിരിക്കുന്നത്. കാരണം അത് ഓർഗാനിക് സോപ്പാണ്, നമ്മുടെ നാച്ചുറൽ ഓർഗാനിക് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ സോപ്പാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സോപ്സ് ഉണ്ടെങ്കിലും ഇത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും ഗോദ്രേജ് സോപ്പ് നമ്പർ 1 എന്നുള്ള രീതിയിൽ ഇപ്പോഴും വിപണിയിലുണ്ട്. ഇത്ര വർഷമായിട്ട് അവരത് ഇറക്കുമ്പോൾ വളരെയധികം ഡൗട്ട്ഫുള്ളായിട്ട് ഇറക്കിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ എങ്കിലും അത് ഒരുപാട് ഫേമസ് ആയി, ഒരുപാട് പേര് അത് വാങ്ങുന്നു. ഇപ്പോഴും വിപണിയിൽ 32 കോടി ചിലവാകുന്നുണ്ട് ആ സോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് നമ്മൾ ഇറക്കുമ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, അത് ഓടുമോ, അല്ലെങ്കിൽ അത് പ്രൊഡക്റ്റ് ഇറങ്ങുമോ, അല്ലെങ്കിൽ ഇറക്കിയാൽ എന്തായിരിക്കും റിസൾട്ട് എന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയാണത്. നമ്മൾ മൂവി ഇറക്കുന്ന പോലെ തന്നെയാണ് ഓരോ വീഡിയോസ് നമുക്ക് ഇറക്കുമ്പോഴും. അതുകൊണ്ട് നമുക്ക് അറിയില്ല എവിടെയാണ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നതാണ്. ഇത്രയും ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ടെക്ക് ആണെങ്കിൽ ടെക്ക് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ. ചിലവർ ഓൾഡ് സോങ്സ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു വീട്ടിൽ കുക്ക് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഇടുന്നുണ്ട്. ഫേസ്ലെസ് ചാനൽസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് പറഞ്ഞാൽ പോലും തീരില്ല. അങ്ങനെയാണ്. മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യണം ആ ചാനൽ. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതിയായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കുക്കിങ്ങിൻ്റെ പാത്രങ്ങളായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്ന ആ കിച്ചണിൻ്റെ ആംബിയൻസ് ആയിരിക്കും, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ജനലിൽ കൂടെ പുറത്തേക്ക് കാണുന്ന എന്തെങ്കിലും ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഇതിൽ പറഞ്ഞു, ചട്ടിയും കലവും കരിയൊക്കെ പിടിച്ച അടുക്കള അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം എനിക്കിനി പുതിയ ഒരു കിച്ചൺ തുടങ്ങിയിട്ട് വേണം ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ആരും അതിനൊരു റിപ്ലൈ കൊടുത്തു. അങ്ങനെ വിചാരിക്കേണ്ട, നിങ്ങൾ അതിൽ തന്നെ കുക്ക് ചെയ്ത് കാണിക്കൂ. കാരണം പുറമേ രാജ്യങ്ങളിലുള്ളവർക്ക് ഇതൊക്കെ ഒരു നൊസ്റ്റുമാണ്. ഈ ഒരു ചട്ടിയും കലവും കരി തേച്ച കിച്ചണൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും നൊസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളതിടൂ. നിങ്ങൾ അവിടെ തന്നെ നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പറഞ്ഞ മാതിരി എന്തെങ്കിലും തരത്തിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് നോളേജ് ഉണ്ടാക്കണം, ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് വികാരം കൊള്ളിക്കണം. ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യന്മാർ ഈ റിയാക്ഷൻ ചാനലൊക്കെ, ചില റിയാക്ഷൻ ചാനൽ എല്ലാം ഞാൻ പറയുന്നില്ല, ചിലവർ ഈ ആൾക്കാരെ ചൊറിയിക്കുന്ന തരത്തിലൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഇടും. അപ്പോൾ എന്താ, ആൾക്കാർക്ക് അത് കാണുമ്പോൾ അങ്ങനെ വികാരം കൊണ്ടിട്ട് ദേഷ്യം കൊണ്ടൊക്കെ നിറയെ കമൻസ് ഇടും. അപ്പോൾ പല ആൾക്കാർക്കും
ഈ വ്യൂവേഴ്സിന് പല മെൻറ്റാലിറ്റിയാണ്. ചിലവർക്ക് നല്ലത് കാണാൻ താല്പര്യമാണ്, ചിലവർക്ക് ഈ ചൊറിയുന്ന തരത്തിലുള്ളത് കുറ്റം പറഞ്ഞാൽ അവർ പിന്നെയും പോയി നോക്കും ആ ചാനൽ. അങ്ങനത്തെ പല പല സൈക്കോളജിക്കൽ മൂവാണ് ഇതൊക്കെ ഈ ചില ചാനലുകാർ ചെയ്യുന്നത്. ഇഷ്ടമില്ല എന്നറിഞ്ഞാലും പിന്നെയും കൊണ്ടുപോയിട്ട് അതേ കണ്ടൻറ് തന്നെ ഇടാനുള്ള കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലവർക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് കാണുമ്പോൾ കമൻസ് ബാഡായിട്ടിടും, എല്ലാം ചെയ്താലും ഇങ്ങനെ പോയിട്ട് പിന്നെയും പോയി നോക്കും, ഇന്ന് അവരെന്താട്ടെ എന്ന്. അങ്ങനെയുള്ള തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആൾക്കാർ അങ്ങനെയും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ ഇതെല്ലാം ഹ്യൂമൻ സൈക്കോളജിയാണ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നുള്ളത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് ഒരു സൈഡ്, പക്ഷേ വാച്ച് അവർ കിട്ടണം. കാരണം അതാണ് നമുക്ക് മുഖ്യം എന്ന് പറയുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വന്നാൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവുള്ളൂ. 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ പോലും ഹാഫ് മോണിറ്റൈസേഷൻ ആവാൻ പറ്റും. പക്ഷേ എന്നാലും $3 മിനിമം കയറാണ്ട് നമുക്ക് മണി എടുക്കാനുള്ള ഇതില്ല. പക്ഷേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏണിങ്സ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിഷമം വരും. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഒന്നും ആയില്ല, എനിക്ക് ഏണിങ്സ് വരുന്നില്ല, മോണിറ്റൈസേഷൻ ആയില്ല, നിർത്തി. അങ്ങനെയല്ല. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പാഷൻ്റെ പുറത്ത് വേണം ചെയ്യാൻ, അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വേണം ചെയ്യാൻ, നമ്മളൊരു ആത്മാർത്ഥത വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പാഷനിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യം എത്ര ചെയ്താലും മടുക്കില്ല. പക്ഷേ നമ്മൾ ഏണിങ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ 500 എന്നല്ല എത്ര വേണമെങ്കിലും റീച്ച് ചെയ്യും. അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണെന്ന് മാത്രം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പറഞ്ഞതാണ്. ഞാനും ഇതുപോലെ ഒരു ജേണിയിൽ, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഈസി ഗെയിം. സത്യമാണ് ഞാൻ പറയുന്നത്. ഒരു ടഫ് തന്നെയാണ് 1K എത്തുക എന്ന് പറഞ്ഞാൽ. ഇക്കാലത്ത് പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ ഈസി ആയിരുന്നു, അന്ന് തുടങ്ങേണ്ടിയിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ സാരില്ല, ബെറ്റർ ബി ലേറ്റ് ദാൻ എവർ എന്ന് പറയുന്ന മാതിരി ഇപ്പോഴും നമുക്ക് തുടങ്ങാനുള്ള അവസരമുണ്ട്. ഇപ്പോഴും നമുക്ക് തുടങ്ങാം. നല്ല കണ്ടൻറ് എടുത്ത്, ആരും എടുക്കാത്തൊരു കണ്ടൻറ്റും കൂടി നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, ആരും കാണാത്ത എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ, തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.